ലേഡി ബേർഡ് ക്രിയേഷൻസിലേക്ക് എല്ലാവരെയും ഒരുപാട് സ്നേഹത്തോടെ വീണ്ടും സ്വാഗതം ചെയ്യുന്നു. ഇപ്പോൾ ഉച്ചയൂണിന് സ്വാദിഷ്ടമായ 3 കറികളാണ് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ അമ്മ വന്നിട്ടുണ്ടായിരുന്നു, ഒരാഴ്ചത്തേക്ക് അമ്മ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അമ്മയും ഞാനും കൂടെയാണ് ഈ 3 കറികൾ തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ അമ്മ തയ്യാറാക്കിയ മെഴുക്ക് പുരട്ടി നമുക്കൊന്ന് കണ്ടു നോക്കാം. കോവയ്ക്കയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അല്പം വിളഞ്ഞ കോവയ്ക്ക ആണെങ്കിലും ഒരു കുഴപ്പമില്ല, നമുക്ക് ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഡയബറ്റീസൊക്കെ ഉള്ളവർക്ക് ഏറ്റവും നല്ലതാണ് ഈ കോവയ്ക്ക. അപ്പം നമുക്ക് പാനിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണയൊന്ന് ചൂടാകുമ്പോഴത്തേക്ക് നമുക്ക് ചുമന്നുള്ളി അരിഞ്ഞതും വെളുത്തുള്ളി അരിഞ്ഞതും പച്ചമുളക് കീറിയതും വെച്ചിട്ടുണ്ട്. ആദ്യം നമുക്ക് കടുകൊന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കടുക് ചേർത്ത് ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് ചുവന്നുള്ളി പച്ചമുളക് അരിഞ്ഞ് ചേർത്ത് കൊടുത്ത് വഴറ്റിയെടുക്കുകയാണ്. കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുകയാണ്. ഇത് ചേർത്തൊന്ന് വഴറ്റിയെടുക്കണം. പണ്ട് സ്കൂളിൽ പൊടി ചോറ് ഒരു മെഴുക്ക് പുരട്ടി അമ്മയ്ക്ക് ഇഷ്ടമാണ് കൂട്ടാൻ. എല്ലാവൊന്നും അമ്മ കൂട്ടുകയില്ല. ചില ചില കറിവേപ്പിലപ്പം അമ്മയെ കൊണ്ടുകൂടെയൊക്കെ ഒന്ന് വെപ്പിച്ചാലേ അമ്മ കൂട്ടത്തുള്ളത് കൊണ്ട് അമ്മയെ കൂടെ ഇൻക്ലൂഡ് ചെയ്താണ് ഉണ്ടാക്കുന്നത്. പണ്ട് നമ്മൾ സ്കൂളിലൊക്കെ പോകുമ്പോഴത്തേക്ക് ഇലപ്പൊതിയിലെ ഒരു പ്രധാന ഐറ്റമായിരുന്നു ഈ കോവയ്ക്ക മെഴുക്ക് പുരട്ടി. പെട്ടെന്ന് തയ്യാറാക്കാമല്ലോ. അപ്പോൾ ഇതൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഈ സമയത്ത് വേണം നമ്മൾ കോവയ്ക്ക അതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട്. കോവയ്ക്ക നമ്മൾ വേവിക്കാതെ തന്നെ പച്ചയ്ക്കാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. കുറച്ചുകൂടി ഒരു ഇളക്ക കോവയ്ക്കാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതാണ്. ഇതിപ്പോൾ നമ്മൾ പറിച്ച് വന്നപ്പോഴത്തേക്ക് ഇത്രയും മൂത്ത് പോയി. കോവയ്ക്ക ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഒട്ടും വെള്ളമൊന്നും ഇതിലേക്ക് ചേർക്കുന്നില്ല. നമുക്ക് ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഉപ്പും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഒന്ന് വഴന്ന് വരണം കോവയ്ക്ക. അങ്ങനെ കുഴഞ്ഞു പോകാതെ നല്ല പെർഫെക്റ്റായിട്ട് കിട്ടുന്ന ഒരു കോവയ്ക്ക മെഴുക്ക് പുരട്ടിയാണ്. അപ്പോൾ ഒന്ന് വഴറ്റി കുറച്ച് സമയം നമുക്കിതൊന്ന് മൂടി വയ്ക്കണം. അപ്പോഴത്തേക്കിതൊന്ന് വാടി വരും. വീണ്ടും മൂടി തുറന്ന് വെച്ച് നമ്മൾ ഇളക്കി ഇതുപോലെ നിരത്തിയിട്ട് പിന്നെയും കുറച്ച് സമയം ഒന്നുകൂടെ ഒന്ന് മൂടി വയ്ക്കണം. അല്പം മഞ്ഞൾപ്പൊടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് വീണ്ടും ഒന്നുകൂടെ ഒന്ന് ഇളക്കി വീണ്ടും ഇടയ്ക്കൊന്ന് മൂടി വെച്ച് വീണ്ടും മൂടി തുറന്ന് ഇതുപോലെ നിരത്തിയിട്ട് ഇളക്കി ഒട്ടും കുഴഞ്ഞു പോകാതെ നമുക്ക് ഈ മെഴുക്ക് പുരട്ടി തയ്യാറാക്കാം. അപ്പോൾ അമ്മമാർ തയ്യാറാക്കുന്ന കറികളുടെയൊക്കെ ഒരു പ്രത്യേക ഒരു സ്വാദല്ലേ. അതുകൊണ്ടാണ് കോവയ്ക്ക മെഴുക്ക് പുരട്ടി നമ്മളെല്ലാവരും എപ്പോഴും വെക്കുന്നതാണ്. എന്നാലും അമ്മ വന്നപ്പം അമ്മയുടെ ആ ഒരു സ്പെഷ്യൽ രീതിയിൽ തയ്യാറാക്കുന്നത് അധികം ഒന്നും കട്ട് ചെയ്ത് കളയാതെ തന്നെ ഞാൻ വീഡിയോ ഫുള്ളായിട്ട് അതുകൊണ്ടാണ് കാണിക്കുന്നത്. എല്ലാവർക്കും അവരവരുടെ അമ്മമാരുടെ പാചകമൊക്കെ ഏറെ പ്രിയപ്പെട്ടതല്ലേ. അപ്പം അമ്മയുടെ പാചകം ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ച് പിടിച്ച വീഡിയോ ആണേ. ഇനി നമ്മൾ നല്ല ഒരു തോരനാണ്, സ്വാദിഷ്ടമായ ഒരു തോരനാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ കോവയ്ക്ക അവിടെ തന്നെ വെച്ചിട്ടുണ്ട്, ലോ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട്. ഇത് ഞാനാണ് അരിഞ്ഞു കൊടുക്കുന്നത്. വഴുതനങ്ങ ഒരു 4 വഴുതനങ്ങ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് വെള്ളത്തിലേക്ക് ഇതുപോലെ വട്ടം അരിഞ്ഞു കൊടുക്കാം. വീട്ടിൽ തന്നെ ഉണ്ടായ വഴുതനങ്ങയാണ്. അപ്പം വെള്ളത്തിലേക്ക് വേണം നമ്മളിത് അരിഞ്ഞ് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇതിന് ഒരു ചെറിയ കറയുണ്ടല്ലോ, കറ പോകാനായിട്ട് വെള്ളത്തിലേക്ക് നമുക്കിത് അരിഞ്ഞു കൊടുക്കാം. അപ്പോൾ കോവയ്ക്ക കണ്ടില്ലേ, നന്നായിട്ട് വഴന്ന് ഇരിപ്പുണ്ട്. അപ്പോൾ വഴുതനങ്ങ എല്ലാം നന്നായിട്ട് കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് വെള്ളത്തിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി 2 പ്രാവശ്യം ഒന്ന് കഴുകി എടുത്തിട്ട് വഴുതനങ്ങ നന്നായിട്ട് പിഴിഞ്ഞ് വെള്ളമില്ലാതെ എടുക്കണം. അപ്പോൾ ഒട്ടും കുഴഞ്ഞു പോകാതെ ഉള്ള നല്ല തോരനായിട്ട് നമുക്ക് കിട്ടും. ഇനി പച്ചമുളക്
ചുവന്നുള്ളി നന്നായിട്ട് എടുത്തിട്ടുണ്ട്, വെളുത്തുള്ളി, കറിവേപ്പില, തേങ്ങ, ഒരു മുറി തേങ്ങ ചുരുണ്ടിയതുണ്ട്. കോവയ്ക്ക വാങ്ങി വെച്ചിട്ട് അതേ പാനിലേക്ക് തന്നെയാണ് എണ്ണ ഒഴിച്ച്, എണ്ണ ചൂടാകുമ്പം കടുക് പൊട്ടിക്കഴിയുമ്പോഴത്തേക്ക് വെളുത്തുള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുവാണ്. ഇനി ചുവന്നുള്ളി അരിഞ്ഞത്, പച്ചമുളക് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റാം. നല്ല മുഴുത്ത ചുവന്നുള്ളിയായിരുന്നു. ഇനി നമുക്ക് വഴുതനങ്ങ അരിഞ്ഞത് ചേർത്ത് നന്നായിട്ട് ഒന്ന് ഇളക്കിയെടുക്കാം. മഞ്ഞൾപ്പൊടി ചേർക്കാം. ഇത് വഴുതനങ്ങ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. കറിവേപ്പില ഈ സമയത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വഴുതനങ്ങയ്ക്ക് വലിയ വേവില്ല, പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. വഴന്ന് കഴിയുമ്പോഴത്തേക്ക് തന്നെ പാകത്തിന് ഇനി ഉപ്പ് ചേർത്ത് കൊടുക്കുവാണ്. ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഒന്ന് മൂടി വയ്ക്കാം. പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഒന്ന് മൂടി വെച്ചാൽ ആവി വരുമ്പോഴത്തേക്ക് നമുക്ക് തുറന്ന് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കണം. ഇങ്ങനെ ഒരു 2 പ്രാവശ്യം ചെയ്യുമ്പോഴത്തേക്ക് തന്നെ വഴുതനങ്ങ വെന്ത് കിട്ടും. ഇനി നമുക്ക് അതിലേക്ക് തേങ്ങാപ്പീര ചേർത്ത് കൊടുക്കാം. തേങ്ങ ചുരുണ്ടിയത് കൊണ്ട് ചേർത്ത് ഇളക്കി തോർത്തി എടുക്കാം. അപ്പോൾ നമ്മുടെ പെട്ടെന്ന് തയ്യാറാക്കാവുന്ന സ്വാദിഷ്ടമായ വഴുതനങ്ങ തോരൻ റെഡിയായിട്ടുണ്ട്. ഇത് അമ്മയ്ക്ക് അധികം ഇഷ്ടമുള്ള തോരനല്ല, പിന്നെ ഒരു തോരന് വേണ്ടിയിട്ട് അങ്ങ് വെച്ചതാണ്. ഇനി നമ്മൾ കപ്പളങ്ങ കൊണ്ട് തയ്യാറാക്കുന്ന ഏറെ സ്വാദിഷ്ടമായ ഒരു ഒഴിച്ചുകറിയാണ്. ഇത് അമ്മയ്ക്ക് പ്രിയപ്പെട്ട ഒരു കറിയാണ്. അപ്പോൾ ഒരു ചെറിയ കപ്പളങ്ങ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ 1/4 ഭാഗം എടുക്കുന്നുണ്ട്. അപ്പം വെള്ളത്തിലേക്ക് തന്നെ ഞാനിതിൻ്റെ തൊലിയെല്ലാം ഒന്ന് ചെത്തി അതിൻ്റെ അരിയും കളഞ്ഞ് നടുക്കത്തെ ഇതെല്ലാം ഒന്ന് ചുരണ്ടിയെടുത്ത് നമുക്ക് ഇത് ഒന്ന് അരിഞ്ഞെടുക്കാം. വെള്ളത്തിലേക്ക് തന്നെ അരിഞ്ഞു കൊടുക്കാം. ഇങ്ങനെ സ്ക്വയർ പീസസ് ആയിട്ട് കട്ട് ചെയ്ത് ചട്ടിയിലാണ് ഇത് തയ്യാറാക്കുന്നത്. നാടൻ കറിയല്ലേ, അപ്പം ചട്ടിയിൽ തന്നെ തയ്യാറാക്കാം. ചട്ടിയിലേക്ക് ആക്കി കൊടുത്ത് കറിവേപ്പിലയും കൂടെ ചേർത്ത് വെള്ളം നികക്കെ ഒഴിച്ചു കൊടുക്കാം. എരിവിനാവശ്യമായ പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മൂടി വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. ഇതൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. ഉപ്പ് ചേർത്ത് വീണ്ടും മൂടി വെച്ച് നമുക്ക് വേവിക്കാം. അരപ്പിന് ആവശ്യമായ ഒരു ചെറിയ മുറി തേങ്ങ, മഞ്ഞൾപ്പൊടി, വെളുത്തുള്ളി, ഒരു 1/4 ടീസ്പൂൺ ജീരകം, ചുവന്നുള്ളി മിക്സിയിലേക്കിത് ചേർത്ത് കൊടുത്താൽ ആദ്യം നമുക്ക് നന്നായിട്ട് ഇതൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ പെട്ടെന്ന് തന്നെ അരഞ്ഞു കിട്ടും. നന്നായിട്ട് നമുക്കിത് അരച്ചെടുക്കണം. ആദ്യം നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം. ഇനി വെള്ളം ചേർത്ത് നന്നായിട്ട് നമുക്ക് അരച്ചെടുക്കാം. അപ്പം കപ്പളങ്ങ കഷ്ണങ്ങളൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഒന്ന് നന്നായിട്ട് വെന്ത് കഴിയുമ്പം വേണം പുളി ചേർക്കാനായിട്ട്. ഇരുമ്പൻ പുളിയാണ് ചേർക്കുന്നത്. ഇരുമ്പൻ പുളി കഴുകി വട്ടത്തിലരിഞ്ഞ് അത് ചേർത്ത് കൊടുക്കാം. ഇനി പുളി വേകുന്നത് വരെ ഇതൊന്ന് അടച്ച് വയ്ക്കാം. അപ്പം നന്നായിട്ട് പുളിയും വെന്ത് വന്നിട്ടുണ്ട്. ഒന്ന് ഇളക്കി അല്പം ഒന്ന് ഉടച്ച് കൊടുത്തിട്ട് നമുക്ക് അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി ഒരു കുറുകിയ പരുവത്തിലാണ്, ഒത്തിരി അങ്ങ് നീണ്ടു പോകണ്ട. തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്കിത് വാങ്ങി വയ്ക്കാം. ഇനി ഇത് താളിപ്പ് ഉണ്ടാക്കണം. ഒരു 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ കടുക് പൊട്ടിക്കഴിയുമ്പോഴത്തേക്ക് ചുവന്നുള്ളി അരിഞ്ഞത്, ഇനി അതിലേക്ക് വറ്റൽ മുളകും കറിവേപ്പിലയും കൂടെ ചേർത്ത് താളിപ്പ് നന്നായിട്ടൊന്ന് മൂത്ത് വരണം. നന്നായിട്ട് മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്കിത് കറിയിലേക്ക് ചേർത്ത് പെട്ടെന്ന് തന്നെ കറിയൊന്ന് മൂടി വയ്ക്കാം. താളിപ്പ് കറിയിലേക്ക് ചേർത്ത് ഒന്ന് പെട്ടെന്ന് തന്നെ ഇളക്കി മൂടി വെച്ചിട്ടുണ്ട്.
അല്പനേരം ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് മൂടി തുറന്ന് ഇളക്കി നല്ല സ്വാദിഷ്ടമായ കപ്പളങ്ങായും ഇരുമ്പും പുളിയും കൂടിയുള്ള ഒഴിച്ചുകറി റെഡിയായിട്ടുണ്ട് ഉച്ചയൂണിന്. അപ്പോൾ സ്വാദിഷ്ടമായ 3 കറികളാണ് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത്. ഈ 3 കറികൾ നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു.